ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും ഓണപ്പരിപാടിയൊക്കെ എവിടം വരെയായി? ഞങ്ങൾ താണ്ട് ഇവിടെയൊക്കെ എല്ലാം പതുക്കെ ഇങ്ങനെ കുറേശ്ശെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ വിളിച്ചത്. ചെടികളിൽ ഒത്തിരി ഉള്ളതുകൊണ്ട് ക്ലീൻ ചെയ്ത് അറിയാൻ പറ്റില്ല. പേരയുണ്ട്, ഇതുണ്ടോ എവിടെ നമ്മൾ നിന്നാലും താണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് നടക്കും. മിട്ടു വാ, ആ മിട്ടുവിനെ ഒന്ന് കാണിച്ചിട്ടേ. താണ്ട് ഞങ്ങളുടെ മിട്ടു എപ്പോൾ വീഡിയോ എടുത്താലും കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോലും ഒക്കെ ഇങ്ങനെ ഞങ്ങളുടെ പുറകെ പോച്ച വിച്ചാൻ പോകുമ്പോഴും എല്ലാം വിട്ടുകിട്ടി വരും. ഇതേ വിട്ടുകിട്ടി നമ്മുടെ അടുക്ക് ബന്ധിയാണിത്. തന്നെ വിളിച്ചതായി. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ കളഞ്ഞെടുത്ത്. ഇതിനിടയിലായിപ്പോ പിന്നെ ഇതെങ്ങനെ പറിച്ച് കളയുമെന്ന് വിചാരിച്ചാ. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റാം. തെറ്റി കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ചൊക്കെ പറിച്ച് കളയേണ്ടി വന്നു. കാരണം ക്ലീൻ ചെയ്യുന്ന സമയത്ത്. ഇതിന്റെ പേരറിയോ ആർക്കെങ്കിലും? പേരറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇത് വലിയ വൃക്ഷമാണ്. പേര് ഞങ്ങൾക്കും അറിയത്തില്ല. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാതെ ചോദിച്ചു. വൃക്ഷമാവും ഭയങ്കരമായിട്ട്. അപ്പം നമ്മൾ ഞങ്ങൾ കണ്ടിത് പകുതിക്ക് വെച്ച് വെട്ടുമ്പം പിന്നെയും പൊട്ടി കളിക്കും. മേളോട്ട് വളർത്താനൊക്കെ ഒത്തിരി. ഇത് വലിയ മരമാവും. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴി വിശേഷമായിട്ട് മുന്നോട്ട് പോകാം, അപ്പുറത്തേക്ക് പോകാം. ഈ വെള്ളത്താമര ഉണ്ടോ, പൂവ്? ഇത് മോനെ ഓഫീസിൽ കൊണ്ടുപോകാൻ, ഓണപ്പരിപാടിക്ക് നാളത്തേക്ക് കൊണ്ടുപോകാൻ ഇന്ന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പറിച്ചതാണ് വെള്ളത്താമര. ഞങ്ങളുടെ കൂടെ അടുത്തുള്ള കണ്ടത്തിൽ ഡെക്സ്റ്റർ ഉണ്ട് കേട്ടോ. ഡെക്സ്റ്റർ ഇവിടെ മണ്ണൊക്കെ എടുത്ത് തിന്നാൻ നോക്കുന്നു. അത് കാരണം ഞാൻ കെട്ടിയിട്ട് അവസാനം പല്ലുള്ളൂ, കടിക്കുകയൊക്കെ ചെയ്യും. ഈർക്കില് പോലിരിക്കും അവൻ്റെ പല്ല്. എൻ്റെ കയ്യേലിപ്പതാ കൊണ്ട്. കൂറുമ്പൻ ശുണ്ടുമണിയായിട്ട് ശുണ്ടപ്പിയായി. പൂച്ച ഉള്ളതുകൊണ്ട് ഞങ്ങൾ കെട്ടിയിട്ട് ചിലപ്പോൾ ഒരടി കൊടുത്താലും പൂച്ച ചിലപ്പം എല്ലാവർക്കും അടുത്ത് വരുന്നുണ്ട്. പൂച്ച അവൻ ഇങ്ങനെ മറ്റേ ചാടി ചെല്ലുമ്പോഴേ ചിലപ്പോൾ ഒരടി കൊടുത്താലോ. ഞാനിങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ഡിസ്റ്റർബൻസ് ആയിട്ടൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ മറന്നു പോന്നെ അവള് പറയുന്നത്. അതുകൊണ്ടാണ്. കാരണം അമ്മ ചില സമയത്ത് ചിലതങ്ങ് പറയാൻ വിട്ടു. അമ്മ സ്റ്റക്കായിപ്പോ. അപ്പം അതുകൊണ്ട് അമ്മയ്ക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് അമ്മ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് കോഴിയുടെ കാര്യങ്ങളിലൊക്കെ കമാ. എടുത്തോണ്ടിരുന്ന കൂട്ടത്തിൽ ഇതുപോലെ മൂക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യം വന്നു. അത് കാരണം നമ്മൾ ബാക്കിയുള്ള വീഡിയോ രാത്രിയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സംശയങ്ങൾക്കുള്ള ഉത്തരവായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇതുപോലൊരു ആളെന്നോട് ചോദിച്ച്, പിന്നെ 100 കോഴി ഇടുന്ന കൂടിന് എന്ത് വിലയാവും എന്ന് ചോദിച്ച്. അപ്പോൾ എനിക്ക് കോഴിയും കൂടും തന്ന പുള്ളിയോടെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞ് 100 കോഴി ഇടുന്ന കൂടിന് 42,000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറയുന്നത് പിന്നെ 100 കോഴി ഇടുന്ന കൂട് ഒന്നിച്ച് മേടിക്കുന്നതിനേക്കാൾ നല്ലത് 25 കോഴിയെ വെച്ച് 100 കോഴിയെ എന്ന് വെച്ചാൽ 25 വെച്ച് അങ്ങനെ 4 സെക്ഷനായിട്ടുള്ള 4 കൂട് മേടിച്ചിട്ട് 100 കോഴി ഇടുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ 100 കോഴി ഇടുന്ന കൂടാകുമ്പോഴെന്ന് പറഞ്ഞാൽ കാലിന് ഒരു പരുവത്തിൽ കൂടുതൽ നമുക്ക് പൊക്കം വെക്കാനൊക്കത്തില്ല. അപ്പം പട്ടിയുടെയൊക്കെ ശല്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ ചുറ്റിനും മതിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. മതിലില്ലാത്ത വീടാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കാലിന് ഒരുപാട് പൊക്കം നമുക്ക് വെക്കാനൊക്കത്തില്ല. പൊക്കം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തീറ്റ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞത്, പിന്നെ 100 കോഴിയെ വളർത്തണമെന്നുണ്ടെങ്കിൽ 25 കോഴിക്കോ അല്ലെ 50 കോഴിക്കോ 50 വെച്ച് 2 സെറ്റായിട്ടുള്ള കൂട് എടുക്കുന്നതായിരിക്കും നല്ലത്. പുള്ളി കൂട് പണിയുകയും ചെയ്യും, കോഴിയും തരും. ഞാൻ പുള്ളിയോടെ പറഞ്ഞിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ചോദിച്ചാൽ മതി, തരാം കേട്ടോ. പിന്നെ അതുപോലെ വേറൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു കൊച്ചിൻ്റെ കോഴിക്ക് ഇതുപോലെ കോഴികൾക്കൊക്കെ കവക്കെട്ടും കുറുകുറുപ്പുവാന്ന് പറഞ്ഞു. അത് പനിയുടെ അസുഖമാണ്. അപ്പോൾ അതിന് കൊടുക്കുന്ന മരുന്നുകളെക്കുറിച്ചൊക്കെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ ആ മരുന്നുകൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. തമ്മിലേൽ ഇട്ടിട്ടുണ്ട് ഞാൻ അതിനകത്തിലെല്ലാം. ഒരു ഇഞ്ചക്ഷൻ വെക്കുന്ന ആ വീഡിയോ ആണ് അതിനകത്താണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മരുന്നിൻ്റെ പേരിട്ടേക്കാം. അന്നേരം അത് വെച്ച് വേണമെങ്കിലും ചെയ്തു.
പിന്നെ ഒരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ കാഷ്ടം പിന്നെ ചെടികൾക്കും പിന്നെ കുരുമുളകിന് വാഴയ്ക്കും ഒക്കെ ഇട്ടാൽ ഉണങ്ങി പോകത്തില്ലോ എന്ന് ചോദിച്ച്. അത് ഉണക്ക് സമയത്തേ ഉള്ളൂ ആ പ്രശ്നം വരുന്നത്. നമുക്കിപ്പോൾ മഴയും തണുപ്പും ഒക്കെ ഉള്ള സമയമില്ലയോ. അതുമല്ല അല്ലാത്തപ്പോഴും ഇടാം. നമ്മൾ യഥേഷ്ടം വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇവിടെ. അന്നേരമൊന്നും എൻ്റെ ഒന്നും നശിച്ചു പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ നട കുരുമുളക് ഇട്ടാനൊന്നും നടപ്പോൾ ഒരാഴ്ചയ്ക്ക് മേലെയായി. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. നല്ല വളമാണ് എല്ലാത്തിനും ഇടാൻ. ചെടികൾക്കും നല്ലതാണ്. പക്ഷെ നമ്മൾ വെള്ളം ഒഴിക്കണം നല്ലപോലെ. പിന്നെ ആ കൂട്ടില് സെറ്റ് ചെയ്യുന്ന പിന്നെ ഈ കൂട് സെറ്റ് ചെയ്യുന്ന കാര്യം ഞാനും അത് ആലോചിച്ചായിരുന്നു. പുള്ളിയോടെ ചോദിച്ചായിരുന്നു. അതിന് പുള്ളി പറഞ്ഞ് അപ്പം നമുക്ക് ഈ ഇതൊന്നുമില്ല, ഈ മേൽക്കൂരയില്ല, ഈ പിന്നെ ഇത്രയും തട്ടും പിന്നെ താഴെ ചെറിയ 4 കാല് പോലെ വരത്തുള്ളൂ. 9,500 രൂപ ആവുമെന്ന് പറഞ്ഞു. 25 കോഴി ഇടുന്ന ഇതേപോലെ ഉള്ള ഒരു കൂടിന് 9,500 രൂപ ആവുമെന്ന് പറഞ്ഞു. അതിനുള്ളിൽ സെറ്റ് ചെയ്യുന്നതിന്. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് മേൽക്കൂര ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ താഴത്തെ 4 കാലും ചെറിയ നീളക്കുറവിലുള്ളതേ കാണത്തുള്ളൂ. 9,500 രൂപ ആവത്തുള്ളൂ. 2 കൂട് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ അത് ചെയ്യിച്ചില്ല. പിന്നെ കോഴിയെ മുന്നോട്ട് കുറച്ചുകൂടെ വളർത്തണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ വേണേൽ ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനലും ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് നോക്കിയിട്ട് യൂട്യൂബ് ചാനൽ എങ്ങനെ മുന്നോട്ട് ഞങ്ങൾ ഇനി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാത്രമേ കോഴിയെ മേടിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും മുട്ട ഇടാൻ തുടങ്ങി. മുട്ട വീട്ടുകാരെല്ലാം 10 രൂപയ്ക്കാണ് മേടിക്കുന്നത്. പിന്നെ കടകളും 10 രൂപയ്ക്ക് മേടിക്കുന്നുണ്ട്. ഒരു ദിവസം എങ്ങനെയായാലും എനിക്കൊരു 48 മുട്ടയോളം കിട്ടും. അപ്പം ഞാനിപ്പോൾ ഒരു ചാക്ക് തീറ്റി അങ്ങ് എടുക്കും. ഒരു ചാക്ക് തീറ്റി എടുത്താൽ എനിക്ക് ഞാൻ പുല്ലും ഒക്കെ കൊടുക്കുന്നു, ഗോതമ്പും കൊടുക്കുന്നത് കാരണം എനിക്ക് പിന്നെ ഒരു മാസത്തോളം കൊടുക്കാനുണ്ടെന്ന് പറയാം. അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കുട്ടി ഇതുപോലെ അഭിപ്രായം ചോദിച്ചായിരുന്നു. നമ്മൾ രാവിലെ കൊടുക്കുന്ന തീറ്റി, വൈകിട്ട് കൊടുക്കുന്ന തീറ്റി. രാവിലെ കൊടുക്കുന്ന തീറ്റി ബാലൻസ് വന്നാലും അവരിങ്ങനെ ഇപ്പോഴും കണ്ടോ കൊത്തിപ്പറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കൊത്തിപ്പറി തീർന്നു. ഇപ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിൽ ബാക്കി നമ്മളങ്ങ് ഒരു നല്ലപോലെ അങ്ങ് ഇട്ട് കൊടുക്ക്. ഇടയ്ക്ക് വെച്ച് ഫോണിലൊരു കോൾ വന്നുകൊണ്ടാണ് ചെറുതായിട്ട് വീഡിയോ ഒന്ന് കട്ടായി പോയത്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ് ബാലൻസ് തുടങ്ങുകയാണ്. അതുപോലെ പിന്നെ ആ തീറ്റയുടെ കാര്യം വന്നില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഞാനാണെങ്കിൽ എനിക്ക് 50 കോഴിയാണല്ലോ മൊത്തം. അപ്പോൾ 2 പാത്രം എടുത്തിട്ട് 2 സമാസമം ഞാൻ തീറ്റ എടുത്തിട്ട് രാവിലെ ഈ കൂട്ടിലും കൊടുത്ത് ആ കൂട്ടിലും കൊടുക്കും. അതിന് അവർ ഏതാണ്ട് ഒരു 10-15 മണിയാകുമ്പോൾ അവർ ഫുള്ള് തിന്ന് തീർക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് പിന്നെ ഇവർക്ക് പോച്ച കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് ഞാൻ സന്ധ്യയ്ക്ക് ഗോതമ്പ് കൊടുക്കും. നല്ല ഏർമാശ കൊടുക്കത്തില്ല. പിന്നെ പിറ്റേന്ന് ഇതേപടി തന്നെ തുടരും. ഈ പുല്ല് കൊടുക്കാനില്ലാത്തവർ ഉച്ചയ്ക്കൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. രാവിലെ ആ കൊടുക്കുന്ന തീറ്റി കൊത്തിയും പറിച്ച് ഇരുന്നോളും. പിന്നെ നമ്മൾ സന്ധ്യയ്ക്ക് ഇട്ട് കൊടുക്കുന്ന തീറ്റി ഒരു 10-15 മണി വരെ കൊത്തി ഇരുന്നുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ സന്ധ്യ മുതൽ ഒരു 10-15 മണി വരെ നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കണം. കാരണം ഇവർക്ക് മുട്ട ഇടാനുള്ള ഒരു ഉണർവ് കിട്ടും നമ്മൾ ഈ ലൈറ്റ് ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് 2 കൂട്ടർക്കും ലൈറ്റ് ഉണ്ട്. അപ്പം അത് ഞാൻ ഇപ്പോഴും കണ്ടോ ഇങ്ങനെ അവർ കോഴിയെന്ന് പറഞ്ഞാൽ എപ്പോഴും തിന്നും കുടിച്ചും ഇരിക്കും. അപ്പോൾ അവരുടെ തീറ്റയ്ക്ക് ഒരു അളവ് നമ്മൾ തന്നെ വെക്കണം. അല്ല അവർ സ്വന്തമായിട്ടൊരു അളവ് വെക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. കാരണം തീറ്റയൊക്കെ ഭയങ്കര വില കൂടുതലില്ലേ. അതുകൊണ്ട് നേരത്തെ ഇതുപോലൊരു കുട്ടി കോഴികളുടെ വരവ് ചെലവിനെ കുറിച്ച് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞായിരുന്നു. പക്ഷെ നഷ്ടത്തിനെ കുറിച്ച് പറഞ്ഞില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പറയാം. ഞാൻ ആദ്യമേ 25 കോഴിയാണ് മേടിച്ചത്. അത് 15 ദിവസം കഴിഞ്ഞപ്പോൾ മുട്ട ഇടാൻ തുടങ്ങി. അപ്പം ഞാൻ അതിനോടൊപ്പം തന്നെ അവർ മുട്ട ഇടുന്നപ്പം വേറെ ഇവർ 25 വരെ മേടിച്ച്. ഇവർ പക്ഷേ 3 മാസമേ ആയുള്ളൂ. അപ്പം അവരിടുന്ന മുട്ടയുടെ കാശ് എനിക്ക് മീതിയെ ഒന്നും കിട്ടിയിട്ടില്ല. കയ്യിലൂടെ പോയിട്ടുള്ളൂ. കാരണം ഇവർക്കൂടെ ആഹാരം കൊടുക്കണ്ടേ. തീറ്റിക്ക് വലിയ വിലയില്ല. പക്ഷേങ്കിൽ എനിക്ക് ഇപ്പം ലാഭമാണ്. ഇപ്പം എനിക്ക് ഇവർ 50 പേരുണ്ട്. എങ്ങനെയായാലും 48 മുട്ടയൊക്കെ ഒരു ദിവസം ഇടും. ചിലപ്പോൾ 50 കിട്ടും. 50 കിട്ടുമ്പോൾ എനിക്ക് വീടുകളിൽ 50 എണ്ണം ഒന്നിച്ച് മേടിക്കുന്നവരുണ്ട്. എനിക്ക് 500 രൂപ കിട്ടും. കടകളിൽ നിന്നും 500 രൂപ കിട്ടും. 9 രൂപയ്ക്കും ഞാൻ കൊടുക്കാറുണ്ട്. ആ ചേച്ചി ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ അമ്മയ്ക്ക് നഷ്ടം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ കോഴിയും അവരും തമ്മിൽ എത്ര മാസത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവർ മുട്ട ഇട്ടിട്ട് എത്ര നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ ഇട്ടത്? അവര് മേടിച്ച് 15 ദിവസത്തേക്കാണ് മുട്ടയിട്ട്. ഇവര് ഞാൻ 3 മാസവും 9 ദിവസം ആയപ്പോഴാണ്. അല്ല അതല്ല ഇവരെ നമ്മൾ മേടിച്ചല്ലോ. അതും കഴിഞ്ഞ് എന്തുവാ ഇവരിപ്പോഴല്ലേ മുട്ട ഇടാൻ തുടങ്ങിയത്. അപ്പൊ അവരെത്ര മാസമായിട്ട് മുട്ട ഇടുന്നുണ്ടായിരുന്നു? ഇപ്പൊ അവര് 3 മാസം കൊണ്ട് മുട്ട ഇടുന്നു. ഇവരപ്പോ 2 ആഴ്ചയായത്. 2 ആഴ്ച. അപ്പം ഒരു 2.5 മാസത്തോളം നമുക്ക് ഇവർക്കും കൂടെ തീറ്റി മേടിക്കുന്നത് നമ്മൾ അവരുടെ മേടിച്ചിട്ടായിരുന്നു. 50,000 രൂപയോളമായി ഇവർ 2 പേരെയും കൂടെ മേടിച്ചതിന്. പക്ഷേ ഞാൻ ഏകദേശം എനിക്ക് ലാഭം വലുതായിട്ടില്ലെങ്കിൽ പോലും ഏകദേശം ഒരു 10,000 രൂപയുടെ മുട്ട ഞാൻ വിറ്റിട്ടുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് 50 മുട്ട വിൽക്കുമ്പോൾ 500 രൂപ കിട്ടും. അപ്പം നേരത്തെ 25 മുട്ടയപ്പോൾ എനിക്ക് 250 രൂപ ഉണ്ടായിരുന്നു. കാരണം ചില കടകളിൽ 9 രൂപയെ തരത്തുള്ളൂ. പക്ഷേ ചില കടകളിൽ 10 രൂപ വെച്ചും തരും.
25 കോഴി മുട്ട ഇടുന്നവരും ഇവർ മുട്ട ഇടാത്തവരുമായിരുന്നല്ലോ. അപ്പോൾ അവരുടെ 25 കോഴിയുടെ മുട്ടയുടെ കാശും അല്ലതിൻ്റെ കയ്യിൽ നിന്നും കാശായിട്ടുണ്ട്. കാരണം ഇവർക്കൂടെ തീറ്റി കൊടുക്കണമായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തിൽ നഷ്ടമെന്ന് പറയാൻ ഞാനത്ര കണക്ക് കൂട്ടി നോക്കിയിട്ടില്ല, നഷ്ടം തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പം ലാഭമുണ്ട് കേട്ടോ. 50 കോഴിയായപ്പോൾ 25 കോഴിയുടെ മുട്ട എനിക്ക് ലാഭം, 25 കോഴിയുടെ തീറ്റിക്ക്. 450 രൂപ വെച്ചാണ് ഞാൻ മേടിച്ചത്. അതൊരാൾ കമന്റ് ചോദിച്ചതാണ് നമ്മൾ ഒരു കോഴിക്ക് എത്ര രൂപ വെച്ചാ മേടിച്ചെന്നുള്ളത്. 450 രൂപ വെച്ചാണ് മേടിച്ചത്. അതുപോലെ മുട്ട 50 എണ്ണവും കടയിലാണ് കൊടുക്കുന്നത്. പിന്നെ വീട്ടുകാർക്കും കൊടുക്കും. കാരണം വെച്ചാൽ ഇന്ന് 50 കിട്ടിയാൽ നാളെ 50 കിട്ടുമ്പോൾ എല്ലാം കൂടെ അവർക്ക് വേണ്ട. അപ്പോൾ ഇന്ന് 50 കിട്ടുന്ന അവർക്ക് കൊടുത്താൽ നാളെ 50 വീട്ടുകാർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടക്കാർക്കോ കൊടുക്കും. ഒരു സെക്കൻഡ്, ട്രെയിൻ ഒന്ന് പോട്ടെ. അമ്മ ഇപ്പം 50 കോഴിയുടെ അതായത് 50 മുട്ട കടയിൽ കൊടുക്കുന്നെന്ന് പറഞ്ഞത് അതൊരു കമന്റ് വന്നതായിരുന്നു, കടയിലാണോ കൊടുക്കുന്നതെന്നുള്ളത് ചോദിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ പോട്ടെ കേൾക്കൂല. മൈക്ക് നമ്മൾ കുത്തിവിട്ടായിരുന്നെങ്കിൽ അതിനകത്ത് ചാർജ് ആയില്ല, കയ്യിൽ വെച്ച്. അതുകൊണ്ടാണ് ഒന്ന് തൽക്കാലത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, പറഞ്ഞു. നാടൻ കോഴിയുടെ കാര്യം ചോദിച്ചു. അതുപോലെ നാടൻ കോഴി ഇത്രയും കൂട്ടിലിട്ടാൽ മുട്ട ഇടുമെന്ന് ചോദിച്ചു. നാടൻ കോഴി ഇത്രയും കൂട്ടുകളിൽ ഇടുന്നവരുണ്ട് കേട്ടോ. നാടൻ കോഴിയും മുട്ടയൊക്കെ ഇടും. പിന്നെ നാടൻ കോഴിക്കെന്ന് പറഞ്ഞാൽ എത്ര കൂട്ട് കറക്റ്റ് ഇതേ തീറ്റി വേണമെന്നൊന്നുമില്ല, വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഗോതമ്പ് കൊടുക്കാം. പിന്നെ ഈ കൂട്ടി കിടന്നുകൊണ്ട് ചോറും ഒന്നും കൊടുക്കാനൊക്കെ അതിൽ നെയ്യ് വിറ്റിപ്പോ. കാരണം ഇവർക്ക് വ്യായാമം ഇല്ലല്ലോ, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഗോതമ്പോ വല്ലപ്പോഴും ഇച്ചിരി അരിയൊക്കെ കൊടുക്കാം കേട്ടോ. ഞാനും ചിലപ്പോൾ അവർക്ക് ഒരാഴ്ച ഒരിക്കൽ ഇച്ചിരി അരിയൊക്കെ കൊടുക്കും. കാരണം മറ്റേ തീറ്റിക്ക് അങ്ങ് ഭയങ്കര വിലയാണ്ട് ഇച്ചിരി ലാഭം ഇടയ്ക്ക് പിടിക്കും. അതുകൊണ്ട് നാടൻ കോഴി പിന്നെ എവരുടെ കൂട്ടങ്ങ് മുട്ടയിടത്തില്ല. ഈ കൂട്ടി കിടന്നാലും നാടൻ കോഴി എവരുടെ കൂട്ട് മുട്ടയിടത്തില്ല. കാരണം ഒരു 3 ആഴ്ച ഇട്ടാൽ 2 ആഴ്ച അവർ ഇടത്തില്ല. ഇവർ പക്ഷേ അങ്ങനല്ല, ഇവർ എന്നും മുട്ടയിടും. ഭയങ്കര കൊതുകാണ് ഗൈസ്, കൊതുകടിച്ച് ഡാൻസ് കളിച്ചാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ വേഗം നമുക്ക് അടുത്ത കമൻറ്റിന് റിപ്ലൈ കൊടുക്കാം. ഇതുപോലെ 2-3 കൂട്ടർ എന്നോട് കോഴിയെ തരുമോയെന്ന് ചോദിച്ചു. കോഴിയെ കൊടുക്കാനില്ല, എനിക്ക് മുട്ടയുടെ ആവശ്യത്തിന് വളർത്താനുള്ള കോഴികൾ മാത്രമേ ഉള്ളൂ. ഇത് തന്നെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ 50 പേരെയും കൂടും മേടിച്ചത്. അപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ടും കുറച്ച് കോഴികളെ കൂടെ മേടിക്കാൻ ഒക്കൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴിയെ മേടിക്കണമെങ്കിൽ ഞാൻ മേടിച്ച സ്ഥലത്തുനിന്ന് മേടിച്ചാൽ മതി. പല വീഡിയോകളിൽ പുള്ളിയുടെ നമ്പരും പേരും ഇട്ടിട്ടുണ്ട്. അഥവാ അത് കണ്ടിട്ടില്ല എങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടെ നമ്പർ ഞങ്ങൾ വീഡിയോയിലിടാം. നമ്മുടെ കോഴി നമ്മൾ അവിടെ നിന്ന് ആളുടെ നിന്ന് മേടിച്ചാണ്, അതുകൊണ്ട് ഈ സെയിം കോഴി തന്നെയാണ് അവിടെ ആ പുള്ളി വിൽക്കുന്നത്. അപ്പം പുള്ളിയുടെ മാത്രമേ വിൽക്കത്തുള്ളൂ, കൂടും പുള്ളി തന്നെ ഉണ്ടാക്കുന്നത്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. 50 കോഴിയിടുന്ന കൂട് ഒന്നിച്ച് പണിയും 100 കോഴിയിടുന്നതും പണിയും. പക്ഷെ 100 കോഴിയെ ഒന്നിച്ചിടുന്ന കൂടിനോട് പുള്ളിക്കും വലിയ താല്പര്യമില്ല. കാരണം വെച്ചാൽ ചുറ്റിനും മതിലില്ലാത്ത വീടാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, പട്ടി കയറി പിടിക്കും. കാരണം വെച്ചാൽ നമുക്ക് കാലിന് ഇതിൽ കൂടുതൽ പൊക്കം വരുത്താനൊക്കെ ഒത്തില്ലെന്ന് പുള്ളി പറയാം. ഇന്ന് വിളിച്ചായിരുന്നു, ഇത് മറുപടി പറഞ്ഞതിന് മുമ്പ് സംശയം ചോദിക്കണമല്ലോ. അപ്പോൾ കാലിന് ഭയങ്കര പൊക്കം, നമുക്ക് തീറ്റ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പുള്ളി പറയുന്നത് 100 കോഴിയെ വളർത്തുന്നവരാണെങ്കിൽ ഇതുപോലത്തെ 4 കൂടോ ഇല്ല 2 കൂടോ മേടിച്ചിട്ട് പിന്നെ വളർത്തുക. അതുപോലെ പ്രത്യേകം എനിക്ക് എൻ്റേതായ ഒരു അഭിപ്രായം പറയാനുണ്ട്. നമ്മൾ 25 കോഴിയെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 30 കോഴി ഇടുന്ന വലിപ്പത്തിലുള്ള കൂടെ മേടിക്കാവൂ. അത് വളരെ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ താണ്ട് ഇവരങ്ങ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നമ്മുടെ ആഹാരമൊക്കെ കഴിച്ചിട്ട് നമ്മൾ മേടിക്കുമ്പം അവർ മെലിഞ്ഞിരിക്കുക. പക്ഷെ നമ്മുടെ കൈകളിൽ വരുമ്പോൾ ആഹാരമൊക്കെ കറക്റ്റ് കഴിച്ചിച്ചിരി തടിക്കും. അപ്പോൾ ഇവർക്ക് ഇത്രയും കൂടെ തിങ്ങി ഇതിനകത്ത് കഴിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 25 കോഴിയെ മേടിക്കുന്നവർ തീർച്ചയായിട്ടും 30 കോഴിയെ ഇടാൻ വലിപ്പമുള്ള കൂടെ മേടിക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിലേ എനിക്ക് മറുപടി പറയാനുള്ള പിന്നെ സന്തോഷമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വീഡിയോയിൽ വരാൻ പറ്റൂ. കണ്ട ഞങ്ങൾ വീഡിയോ എടുത്താലും എന്ന് പോച്ച പറിക്കാൻ പോലും ഇങ്ങനെ നടക്കും. ഒരു ദിവസം ഞങ്ങൾ പോച്ച പറിക്കാൻ പോകുന്നതൊക്കെ കാണിച്ചിട്ട്, കാരണം ഒരുപാട് പേര് വീണ്ടും ചോദിച്ച്, 5 പൂച്ചയുണ്ട്. ഒരുപാട് പേര് വീണ്ടും ചോദിച്ച് കപ്പലണ്ടി പോച്ച ഏതാന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ പറിക്കാൻ പോകുമ്പോൾ ഒന്ന് കാണിച്ചു. നല്ല ഭയങ്കര പാടാണ് പറിക്കാൻ. കാരണം നമ്മൾ ആ വെള്ളത്തിനകത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടാണ് പറിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അത് കാണിച്ച വിശദമായിട്ട് ഒരു ദിവസം രാവിലെ തന്നെ അത് കാണിച്ചു തരാം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. തീർച്ചയായിട്ടും മറക്കരുത്.